മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം മലങ്കര ടൂറിസം പദ്ധതിയിൽ 112 കോടി രൂപയുടെ ക്രമക്കേടുണ്ടെന്ന പരാതിയിലാണ് പുതിയ സർക്കാർ അധികാരമേറ്റ് 6ാം നാളാണ് റോഷിക്കെതിരായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കോടി രൂപയുടെ പദ്ധതി ഒരു സ്വകാര്യ കമ്പനിക്ക് ഈ അടുത്ത കാലത്ത് രൂപീകരിച്ച ഒരു കമ്പനിയാണ് 2023 ആ കമ്പനിക്ക് ഈ 112 കോടി രൂപയുടെ ടെൻഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അത് പൊതുജനങ്ങളോ ഇവിടുത്തെ ജനപ്രതിനിധികളോ ആരും അറിഞ്ഞിട്ടില്ല. പത്രവാർത്ത കൊടുത്തു എന്ന് പറയുന്നു. ഇപ്പോൾ ഏതെങ്കിലും പത്രത്തിൻ്റെ ഉൾപേജ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഈ മലങ്കര ജലാശയത്തിൻ്റെ കരയും ജലാശയവും 112 കോടി രൂപയ്ക്കാണ് പുള്ളി വിറ്റിരിക്കുന്നത്. അതിൻ്റെ സർക്കാരിന് കിട്ടുന്നത് അതിന് 3.5% ലാഭവും സ്വകാര്യ കമ്പനിക്ക് കിട്ടുന്നത് 96.5%. അങ്ങനെ വൻ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടാക്കിയിരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ ഇതിൻ്റെ അത് വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അഴിമതി നടന്നിട്ടുണ്ട് നമുക്ക് ഉത്തമ ബോധ്യം വന്നതിൻ്റെ പേരിലാണ് നമ്മൾ മുഖ്യമന്ത്രിക്കും വിജിലൻസിൽ ഇത് പരാതി കൊടുത്തിരിക്കുന്നത്. പല ജില്ലകളിലും പല പ്രോജക്റ്റുകളും ഇതുപോലെ അഴിമതി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലങ്കര ഡാമിലെ പദ്ധതിക്ക് പുറമെ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ, എറണാകുളം ജില്ലയിലെ പൂത്താൻകെട്ട് എന്നീ ജലാശയങ്ങളിൽ വിനോദ ഗ്രാമം പദ്ധതി, ചെറുതോണി ഡാമിൽ വാട്ടർ എക്സ്പീരിയൻസ് പാർക്ക് എന്നിവയിലെല്ലാം വൻ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഈ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ മുൻ സർക്കാരിന്റെ കാലത്തെ അഴിമതി ആരോപണങ്ങളിൽ മേൽ അന്വേഷണം നടക്കുമ്പോൾ ആദ്യം ആ അന്വേഷണം വരുന്നത് മന്ത്രി റോഷി അഗസ്റ്റിന് നേരെയാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അത് വലിയ തരത്തിലുള്ള ഒരു 112 കോടി രൂപയുടെ ആരോപണം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ അഴിമതി ആരോപണം മാത്രമല്ല. അപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണങ്ങൾക്കപ്പുറം ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയരുന്നു? മുട്ടം സ്വദേശിയായിട്ടുള്ള ബേബി ജോസഫാണ് മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. വിജിലൻസ് ഡയറക്ടർ ഈ പരാതി വിശദമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഇതിന്റെ അന്വേഷണത്തിനായി ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്യും. ഈ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കും, ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. ആവശ്യമെങ്കിൽ മുൻ മന്ത്രിയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുക. ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇതിൽ അഴിമതി ഉണ്ടെന്നെങ്കിൽ സ്വാഭാവികമായി FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് സംഘം കടക്കുകയും ചെയ്യും. ഈ പരാതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 112 കോടി രൂപയുടെ പദ്ധതിയാണിത്. മലങ്കര ടൂറിസം പദ്ധതി കാഞ്ഞാർ, കൊടയത്തൂർ മേഖലകൾക്ക് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ പദ്ധതി നടപ്പാക്കുക. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ഒരേ ഒരു കമ്പനിയെ മാത്രമാണ് ടെൻഡറിന് വന്നിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ കമ്പനിക്ക് വേണ്ടി മാത്രമായി ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പത്രങ്ങളിലൊന്നും പരസ്യം നൽകുകയോ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പദ്ധതിയിലെ ലാഭവിഹിതത്തിന്റെ 3.5% മാത്രമാണ് സർക്കാരിന് ലഭിക്കുക എന്നുള്ളതാണ്. ബാക്കി തുക മുഴുവൻ പോകുന്നത് ഈ കമ്പനിക്കാണ് എന്നുള്ളതാണ്. അതിൽ കൃത്യമായ ഒരു വിശദീകരണം റോഷി അഗസ്റ്റിൻ നൽകുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യം, സുതാര്യമായിട്ടാണ് ഇതിന്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. നിരവധി തവണ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ പരസ്യം നൽകിയിരുന്നു. പക്ഷെ ഒരേ ഒരു കമ്പനി മാത്രമാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടുള്ള ആ കമ്പനി മാത്രമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കമ്പനിക്ക് മാത്രമായി കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ലാഭവിഹിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ 3.5% എന്ന് പറയുന്നത് ലാഭവിഹിതമല്ല, അത് ആകെ വരുമാനത്തിന്റെ 3.5% സർക്കാരിന് ലഭിക്കുക. ഇതിനായി മുഴുവൻ തുകയും ചെലവഴിക്കുന്നത് ഈ സ്വകാര്യ കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പരാതി പരിശോധിച്ചതിന് ശേഷം പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ കഴമ്പുണ്ട് എന്നുള്ളത് തോന്നിയുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണത്തിന് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത 6ാമത്തെ ദിവസമാണ് ഒരു മുൻ മന്ത്രിക്കെതിരെ അന്വേഷണം വരുന്നു എന്നുള്ളതാണ്. സർക്കാർ വന്നതിന് ശേഷം ആദ്യ ക്യാബിനറ്റിലെടുത്ത തീരുമാനം, മുഖ്യമന്ത്രിയുടെ മുൻ സ്റ്റാഫുകൾ, ഗൺമാനുണ്ട്, അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ ദിവസം ഒരു മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്.